പർച്ചേസ് കഴിഞ്ഞു പോകുമ്പോൾ ഗിഫ്റ്റ് ആയിട്ടൊരു ഗോൾഡ് കോയിൻ കൂടെ കിട്ടിയ എങ്ങനെ ഉണ്ടാവും? അതായത് സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പള്ളുരുത്തി ഷോറൂമിന്റെ ഇനാഗുറൽ ഓഫർ ആയിട്ട് ജനുവരി 11 മുതൽ ഫെബ്രുവരി 11 വരെ പള്ളുരുത്തി ഷോറൂമിൽ നിന്ന് ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 11 ഭാഗ്യശാലികൾക്ക് സമ്മാനമായി ഗോൾഡ് കോയിൻ ലഭിക്കുന്നതാണ്. നമ്മുടെ പുതിയ ഷോറൂമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ആണ്. ഗോൾഡ് റേറ്റ് ഒരുപാട് ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷനാണ് ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി. ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയുടെ ഒരുപാട് കളക്ഷൻ നമ്മുടെ സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ അവൈലബിൾ ആണ്. അതുകൂടാതെ നിങ്ങളുടെ കയ്യിലുള്ള പഴയ ആഭരണങ്ങൾ അന്നത്തെ ഗോൾഡ് റേറ്റിൽ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ ആഭരണങ്ങൾ വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ മറക്കണ്ട, സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളുരുത്തി. KJ മാക്സി MLA ആസ്തി വികസന പദ്ധതിയിൽ നിന്നും അനുവദിച്ച 23 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച പാലത്തിന്റെ ഉദ്ഘാടനം നടന്നു. KJ മാക്സി MLA ആസ്തി വികസന പദ്ധതിയിൽ നിന്നും 23 ലക്ഷം രൂപ അനുവദിച്ച നിർമ്മാണം പൂർത്തിയാക്കിയ കൊച്ചി നഗരസഭ 72 ഡിവിഷനിലെ ചെമ്മീൻസ് ജംഗ്ഷന് സമീപമുള്ള രാമേശ്വരം കനാലിന് കുറുകെ നിർമ്മിച്ച പാലത്തിന്റെ ഉദ്ഘാടന കർമ്മം നടന്നു. KJ മാക്സി MLA ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ആളുകൾ വിളിച്ചു കൊണ്ട് പാലം വരുന്നത് അത്ര വലിയ അഭിപ്രായങ്ങളൊന്നും കാര്യമാക്കിയില്ല. 2 ദിവസം കഴിഞ്ഞ് ഐസം തന്നെ വിളിച്ചു. ഐസം ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹിയാണല്ലോ രാജന്. അപ്പോൾ ഈ റെസിഡൻസിൻ്റെ പരിപാടിക്കൊക്കെ ഞാൻ പങ്കെടുക്കാൻ ഐസെന്ന് പറഞ്ഞാൽ ഈ പാലം വീണിട്ടുണ്ട്, എന്താ ചെയ്യാന്ന് ചോദിച്ചു. ഞാൻ പറയും പാലം നമുക്കത് ശരിയാക്കി കൊടുക്കണം എന്ന് പറയും. അപ്പോൾ ഐസം വീണിൻ്റെ കുറേ ഓടിയിട്ടുണ്ടായിരുന്നു, ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ ഓഫീസിൽ നിന്ന് കത്തെഴുതി കൊടുത്ത് കൊണ്ടുവച്ച് ഓഫീസിൽ പോയി എസ്റ്റിമേറ്റ് ആക്കി തിരിച്ച് ഓഫീസിൽ കൊണ്ടുവന്ന് കളക്ടർക്ക് ഫണ്ട് ചെയ്യാൻ കൊടുത്ത് വന്ന് പിന്നെ ടെൻഡറിലേക്ക് പോകും. ഇതിനിടക്ക് കൗൺസിലർ ബാസ്റ്റ്യൻ ബാബു അധ്യക്ഷത വഹിച്ചു. 71 വാർഡ് കൗൺസിലർ ജോസിക്കുട്ടൻ മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിങ്ങനെ വളരെയധികം സന്തോഷം നിറഞ്ഞൊരു ദിവസമാകാൻ പ്രധാനപ്പെട്ട ഒരു കാരണം, കൗൺസിലറായി ചുമതലയേറ്റതിനു ശേഷം ആദ്യത്തെ പദ്ധതി ഒരു വർക്ക് പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നൊരു ദിവസം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും. അതിൽ മറ്റൊരു പ്രത്യേകത കാര്യം, ഞാനിവിടെ ഇലക്ഷൻ സമയത്ത് വോട്ട് അഭ്യർത്ഥിച്ചു വന്നപ്പോൾ ഇവിടെയുള്ള എല്ലാവരുടെയും ആവശ്യം MLA ഫണ്ട് പാസ്സാക്കിയിട്ടുണ്ട്, ഇതൊന്ന് പെട്ടെന്ന് ചെയ്യണം എന്നുള്ളതാണ്. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.